ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി അറവുമാടുകളെ കടത്തുന്നതിലാണ് ഇതിലും വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് 6 കിലോമീറ്റർ അപ്പുറമുള്ള പുളിയറയിലാണ് കന്നുകാലികളെ ലോറിയിലെത്തിക്കുന്നത്. ഇവിടെ നിന്നും ഇവയെ നടത്തിയാണ് ചെക്ക് പോസ്റ്റുകൾ വഴി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ലോറിയിൽ കൊണ്ടുവരുന്ന അറവുമാടുകളെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് 6 കിലോമീറ്റർ അകലെ പുളിയറയിൽ ഇറക്കും. കാലിക്കടത്തിന്റെ മറവിലെ നികുതി വെട്ടിപ്പ് തേടി തമിഴ്നാട്ടിലെത്തിയപ്പോൾ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മിക്കതിനെയും ചെക്ക് പോസ്റ്റിൽ കയറാതെ വനത്തിലെ ഇടവഴികൾ വഴിയാണ് അതിർത്തി കടത്തുക. ഓരോ ലോഡിലും കുറേ എണ്ണത്തിന് പേരിന് ചെക്ക് പോസ്റ്റുകൾ വഴി കൊണ്ടുവരും. ஒரு மாட்டுக்கு 1000 ரூபா. அப்ப செக் போஸ்ட் பைசா அடைக்கணும் இல்லையோ? மாட்டுக்கு 20 ரூபா 30 ரூபா பைசா அடைக்கணும். പിന്നെ ചന്തയ്ക്ക് 30 രൂപ 40 രൂപ. ചന്തയ്ക്ക് ഇറക്കക്കൂലി അത് വേറെ പൈസ അടയ്ക്കും. മാടൊന്നിന് 30 രൂപ വീതം ചെക്ക് പോസ്റ്റിൽ നൽകണം. ഇത് ചന്തയ്ക്ക് ഏതാ ചന്തയ്ക്ക് അടിച്ചു കൊണ്ടുപോകും. ഇത് അഞ്ചൽ ചന്ത തെമ്മല ചന്ത അഞ്ചൽ ചന്ത അപ്പി ചന്ത കച്ചവടം. അതിലെങ്കിൽ 16 എണ്ണം കേട്ടു കളക്ടർ ആർഡർ. തമിഴ്നാട്ടിലുള്ള കളക്ടർ ആർഡർ 16 എണ്ണം. ട്രാക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു 16 എണ്ണം. അതിനെങ്കിൽ മേൽ കൊണ്ട് ഏറ്റി കൊണ്ടുപോകണം പിടിക്കും. നടത്തി കൊണ്ടുപോകണം അവർ ആവേശം പോലെ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകണം അത് നടത്തി തന്നെ കൊണ്ടുപോകും. വണ്ടിയിലെങ്ങനെ കയറ്റുമ്പോൾ സമയത്തിൽ ഇടിച്ച് കളിച്ച് കളച്ച് സമയത്തിൽ 1-2 കളത്തിൽ വളർന്നു വിടും. അതിലെങ്കിൽ എങ്ങനെയാണ് നിർത്തി എളുപ്പമ്പോൾ മറ്റേ ആഫീസ് സ്റ്റാഫുകൾ യാരും ബാക്കി നോക്കി ചെയ്ത് അല്ലെങ്കിൽ 16 എണ്ണം സുഖമായിട്ട് പോകും. തമിഴ്നാട് പോലീസിന്റെ ഒത്താശയോടെയാണ് കാലിക്കടത്ത് നടക്കുന്നത്. പുളിയറയിൽ ഞങ്ങൾ അറവുമാടുകളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനെക്കുറിച്ച് കാലിക്കടത്തുകാരൻ വിവരം കൊടുത്ത് മിനിറ്റുകൾക്കകം SIയും 2 പോലീസുകാരും എത്തി. മാംസവില കേരളത്തിൽ വളരെ കൂടുതലാണെന്നും അതേക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നതാണെന്നും പറഞ്ഞിട്ടും അവർക്ക് അത്ര ദഹിച്ചില്ല. அம்பலத்தில் வந்து நீ போலீஸ் எடுக்கிறது எல்லாம் தெரியும். நீ வந்து செல்ஃபி என்னமோ அதை பாரு. நீ போலீஸ் வந்து இது பண்ணாத போகும்போது போடு. உன் கேமரா நீ வச்சுக்கிட்டு கேமரா சீட் பண்ணி கொடுங்க. வண்டி நம்பர் நோட் பண்ணி கேட்டியா ஸ்டேஷனுக்கு கொண்டு போயிடறேன் நான் வண்டியை பார்த்துக்கோ. நீ உனக்கு வேலை எடுத்துனா நீ எடுத்துகிட்டு போ. போலீஸ் வந்து அதர் டியூட்டியில் இருக்கும்போது நீ கேமரா നോട്ട് பண்ணാத. പോട് പോട്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ക്യാമറ പിടിച്ചു വാങ്ങാനായി ശ്രമം. கேமரா ஆப்ரேட் பண்ணி நம்ம போட்டோ இருக்குல்ல அழைச்சி சொல்லுங்க. நீ பா நீ மேல கேமரா குடி மேல கேமரா கொடுங்க போட்டோ கேமரா ஷூட் பண்ணி கேமரா ஆன் பண்ணி മഫ്തിയിൽ വന്ന സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരൻ തടഞ്ഞതിനാൽ മാത്രമാണ് തടി കേടാകാതെ രക്ഷപ്പെടാനായത്. നിന്നു കറങ്ങാതെ എത്രയും വേഗം മടങ്ങാൻ അന്ത്യശാസനം നൽകിയ ശേഷമാണ് തമിഴ്നാട് പോലീസ് ഞങ്ങളെ വിട്ടയച്ചത്. ചെങ്കോട്ടയിൽ പോയി 1 മണിക്കൂറിന് ശേഷം മടങ്ങിയെത്തിയപ്പോഴും ഇവിടെ പോലീസ് കാവലുണ്ടായിരുന്നു. തെന്മല കഴിഞ്ഞാൽ മാടുകൾ വീണ്ടും ലോറിയിൽ കയറും. അവിടെ നിന്നാണ് ഇവയെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലും കാലികളെത്തില്ല.
രോഗബാധയുള്ള മാടുകളെ പോലും യാതൊരു പരിശോധനകളുമില്ലാതെ ഇവിടെ അതിർത്തി കടത്തുന്നു. തമിഴ്നാട് പോലീസും അനധികൃത കാലിക്കടത്തുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് പോലീസുകാരുടെ ഇടപെടൽ തന്നെ തെളിവാണ്. ഇങ്ങനെ വിവിധ തലങ്ങളിലെ നികുതി ചോർച്ച മൂലം കോടികളാണ് കേരളത്തിൻ്റെ ഖജനാവിന് നഷ്ടമാകുന്നത്. വിൽപ്പന നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയാതെയല്ല ഈ നികുതി നഷ്ടം. നടപടിയെടുക്കേണ്ടവർ ഉറക്കം നടിക്കുമ്പോൾ മാഹിക്കോഴിയും പോലീസ് കാവൽ വരുന്ന കാലികളുമൊക്കെ ഇനിയും നമ്മുടെ തീന്മേശകളിലെത്തും. മറ്റൊരു വിഷയവുമായി കാണാത്ത കേരളം വീണ്ടും അടുത്ത ആഴ്ച.